KPCC ആരംഭിച്ച CPM-നെതിരെയുള്ള ക്യാമ്പയിനിൽ പങ്കെടുക്കാതെ ഷാഫി പറമ്പിൽ. അതെന്താവുമോ ഇങ്ങനൊരു നീക്കം? അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന് ഇന്നലെ ഏത് കോൺഗ്രസ് നേതാക്കളുടെ ഫേസ്ബുക്ക് നോക്കിയാലും ആ ഒരു ടാഗ് ലൈനാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നലെ ഫേസ്ബുക്ക് ക്യാമ്പയിൻ കോൺഗ്രസ് ആരംഭിച്ചു. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ കത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ള വിഷയം താഴെ പോകാതിരിക്കാൻ വേണ്ടി നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട്. സ്വർണ്ണക്കള്ളവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടുന്നതിന് കോൺഗ്രസിന് തന്നെ ഒരു വിഷമമുണ്ട്. അപ്പോൾ അവരവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സ്വർണ്ണക്കൊള്ളയിൽ കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് എന്ന ക്യാമ്പയിനാണ് അവർ ആരംഭിച്ചത്. പക്ഷേ ഈ ക്യാമ്പയിനിൽ ഷാഫി പറമ്പിൽ ഇതുവരെയും പങ്കുചേർന്നിട്ടില്ല. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള നേതാക്കൾ കവർ ചിത്രം മാറ്റിയെങ്കിലും ഷാഫി പറമ്പിൽ MP മാത്രം മാറ്റിയിട്ടില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റാണ് ആദ്യം ഇത്തരം സാമൂഹിക മാധ്യമ ഇടപെടലുകൾ നടത്തുന്നത്. അർജുൻ കല്യാട്, എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇതുവരെയും ഈ ഫേസ്ബുക്കിലെ ചുമർചിത്രം മാറ്റാത്തത്, ഈ ക്യാമ്പയിനിൽ പങ്കെടുക്കാത്തത്? അതല്പം സംശയമുണ്ടാക്കുന്നതല്ലേ? ഇപ്പോൾ അർജുൻ കല്യാട് ഈ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഷാഫി പറമ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കിയോ? ഡോക്ടർ എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായി ഉത്തരം പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എന്തോ ഒന്ന് ആ സംഭവത്തിനകത്തുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഈ ലൈവിൽ അപ്പിയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ ഫേസ്ബുക്ക് പേജ് ഞാൻ നോക്കി. പക്ഷേ ആ സമയത്ത് പോലും ഷാഫി പറമ്പിൽ ഈ പറയുന്ന കവർ ഫോട്ടോ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ക്യാമ്പയിൻ സോഷ്യൽ മീഡിയക്കകത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്താൽ, അല്ലെ ആഹ്വാനം ചെയ്തില്ലെങ്കിൽ കൂടിയും കൃത്യമായ രീതിയിൽ സോഷ്യൽ മീഡിയക്കകത്ത് ഇടപെടൽ നടത്തുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ MP. ഷാഫി പറമ്പിൽ ഇത്രയും സമയമായിട്ടും ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളുടെയും ഫേസ്ബുക്കിനകത്തുള്ള കവർ ഫോട്ടോകൾ മാറി തുടങ്ങിയത്. KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റ് വൈസ് പ്രസിഡന്റുമാരും MP-മാരും MLA-മാരും എല്ലാം തന്നെ ഈ കവർ ഫോട്ടോ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ MP ഈ സമയം വരെയും ഈ പറയുന്ന കവർ ഫോട്ടോ മാറ്റിയിട്ടില്ല എന്നത് അല്പം ദുരൂഹമാണ് എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം ഒരു 1.5 വർഷത്തെ ഫേസ്ബുക്കിൻ്റെ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ഒരു ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്കിലും ഫേസ്ബുക്കിനകത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആ ഫേസ്ബുക്കിൻ്റെ വോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ ഇന്നലെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ പങ്കെടുത്തിട്ടില്ല എന്നത് ഒരു ആശങ്കാജനകമാണ്, അല്ലെങ്കിൽ അല്പം ദുരൂഹമാണെന്ന് തന്നെ പറയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കാൻ വേണ്ടി സജീവമായ തെരഞ്ഞെടുപ്പ് പ്രചരണമാക്കാൻ വേണ്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ക്യാമ്പയിൻ കോൺഗ്രസ് തുടങ്ങിയതാണ്. അതിൽ എല്ലാ നേതാക്കളും ആ ക്യാമ്പയിനിൽ പങ്കെടുക്കണമെന്നുള്ളതാണ് പാർട്ടി കൊടുത്തിരിക്കുന്ന നിർദ്ദേശമെന്ന് മനസ്സിലാക്കുന്നു. അമ്പലക്കള്ളന്മാർ കടക്കു പുറത്ത് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രാറ്റജിയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അത് വലിയ പ്രതിരോധത്തിലാക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ പ്രാധാന്യം കുറഞ്ഞു പോകുന്നുണ്ടോ? കുറച്ച് ദിവസം മാത്രമേ ഇനി തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ. അതുകൊണ്ടാണ് കോൺഗ്രസ് വലിയ ക്യാമ്പയിൻ ഇറങ്ങുന്നത്. പക്ഷേ അവിടെ KPCCയുടെ വൈസ് പ്രസിഡന്റുമാർ ആ ക്യാമ്പയിനിൽ പങ്കെടുക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇനി വരുന്ന സമയങ്ങളിൽ അവർ ആ ഫേസ്ബുക്കിൻ്റെ പേജിൽ ഈ ക്യാമ്പയിനിൽ അവർ പങ്കെടുത്തേക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ PC വിശ്വനാഥ് മാറ്റിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. PC വിശ്വനാഥ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഷാഫി പറമ്പിൽ മാറ്റിയിട്ടില്ല. വിട്ടുപോയതായിരിക്കാനാണ് സാധ്യത എന്ന് നമുക്ക് കരുതാം, അല്ലേ?